അങ്ങോട്ട് നോക്കി എപ്പോ നോക്കിയാലും അവന്റെ ഒരു പുസ്തകം വായന. 5-6 മാസമായി ഞാൻ കാണുന്നു. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അവന്റെ ഒരു പുസ്തകം. അവൻ എന്തെങ്കിലും വായിച്ചോട്ടെ, നിനക്കെന്ത് വേണം? നീയാ നന്നാവൂല, മറ്റുള്ളവര് നന്നാവൂല, അസൂയും. ഇവിടെ വാസുവേ, അത് ഞമ്മക്കിട്ടൊരു ഡഫാലാണല്ലോടാ. ഞാൻ പാവത്തോണ്ട് പറഞ്ഞതാ. പാർവതിയാ കേട്ടോ അവനെ വഷളാക്കിയത്. പണ്ട് കൃഷ്ണൻ എന്ത് യോഗ്യനായിരുന്നു, കയ്യിലുള്ളത് മുഴുവൻ ചെലവാക്കി നമുക്ക് കുപ്പി വാങ്ങി തന്നിരുന്നു. ഇപ്പോഴല്ല അവൾക്കാ. അവൻ നന്നാവണമെങ്കിലേ ആ പെണ്ണിനെ ഇവിടെ ഓടിക്കണം, പാർവതിയെ. പവിത്ര, അതിന് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വിളിച്ചോ മേഡം? ആ, പാർവതി ഇതൊന്ന് വായിച്ചു നോക്കൂ. എന്താ മേഡം? വായിക്കൂ. ഇതൊക്കെ നുണയാണ് മേഡം. പാർവതി, ആരും തുണയില്ലാത്ത പെൺകുട്ടികളെ കുറിച്ച് അപവാദം പറയാൻ ചില തെമ്മാടികൾ കാണും. അതൊന്നും ഓർത്ത് ഒരിക്കലും വേദനിക്കരുത്. ബഹുമാനപ്പെട്ട ടീച്ചർ, നിങ്ങളുടെ സ്കൂളിലെ പാർവതി ടീച്ചർ സ്വഭാവ ദൂഷ്യമുള്ളവളും കൃഷ്ണൻ എന്നൊരാളുടെ വെപ്പാട്ടിയുമാകുന്നു. ഇനി അവളെ ആ സ്കൂളിലെ അധ്യാപികയായി തുടരാൻ അനുവദിക്കുന്നത് നിങ്ങളുടെ സ്കൂളിന്റെ അന്തസ്സിന് ചേർന്നതല്ല, ഒരു അഭ്യുദയാംക്ഷി. ഈ കത്ത് എഴുതിയത് ആരാണെന്ന് എനിക്കറിയാം. ഓർമ്മ വെച്ച നാളു മുതൽ ഈ തെരുവിൽ കിടന്ന് വളർന്നവനല്ലേ ഞാൻ. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നറിയാം. ഏതാ വരുന്നു. നീയാണോ ഈ കത്ത് എഴുതിയത്? ആണെന്ന് വെച്ചു. റഹിമേ, നീ ഇത്ര തരണ്ടാണോ അല്ലടാ? മതിയടാ, മതി, നിർത്ത്. ഇനി ഒരിക്കൽ നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ എന്താ, നീ എന്നെ അടിക്കൂ? അടിക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, നിന്നെപ്പോലുള്ള വിവരദോഷികളെ അടിച്ചിട്ട് ഫലമില്ല. അവന്റെ ഒരു വിവരം. കൃഷ്ണൻ നീയുമായുള്ള പിണക്കം ഇനിയും തീർന്നില്ലേ? പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുന്നവനല്ല ഞാൻ. അവനായി അവന്റെ പാടായി. പോകാൻ പറയണ അവനോട്. പിന്നെ എന്തൊക്കെയുണ്ട് റഹീമിക്ക? നീ കൃഷ്ണനോട് പോയി ചോദിടാ. അതിന് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? അല്ല, നീ അവന്റെ ഡഫാലല്ലേ? എനിക്ക് രണ്ടുപേരും ഒരുപോലെയാ. അവന്റെ കൂടെ നടക്കുന്നവൻ എന്റെ അടുത്ത് ഒരു ഡഫാലിന് വേണ്ട. ഒരേ നീ വയ്ക്കോ. ഇനി സുൽത്താനും ബീവിയും ഒരു സാമ്രാജ്യം പണിയട്ടെ, അല്ലെ ഹസീന? മാളികയിൽ നിന്നും കുടിലിലേക്ക് വരാൻ ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടപ്പെടുമോ ഹസീന? സ്നേഹിച്ച പുരുഷന്റെ കൂടെ എങ്ങനെ ജീവിക്കാനും ഏത് പെണ്ണിനും കഴിയും റഹീം. അതിനാ ഈ രാത്രിയിൽ നീണ്ട ഇവിടെ. അലിക്ക നമുക്ക് വേറൊരു നിക്കാഹ് നിശ്ചയിച്ചിരുന്നു. നമ്മൾ ഇങ്ങോട്ട് പോന്നു. എന്തിന്? റഹീം ഖാന്റെ കൂടെ ജീവിക്കാൻ. ഹസീന, നീ എന്തേ കാണിച്ചത്? ഹസീന മടങ്ങിപ്പോ, ഞാൻ കൊണ്ടാക്കി തരാം. ഒക്കെ അറിഞ്ഞാൽ. നിന്റെ ഉപദേശമൊന്നും ആരും ചോദിച്ചില്ല. പോടി വെളിയിൽ. നിന്നോടാ പറഞ്ഞത്. റഹീം, വെളിയില്. അയ്യോ നിക്ക, നീ പുറത്തേക്ക് വരണോ, ഞാൻ അകത്തേക്ക് വരണോ?
എങ്ങനെ പോകുന്നേ? അങ്ങനെ പേടിച്ച് ജീവിക്കാൻ ഈ റഹീമിന് കഴിയില്ല. നീ എന്റെ പെങ്ങളെ ഞാൻ കടത്തിക്കൊണ്ട് പോന്നു. അയ്യോ, ഞാനിവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. നീ വാ. കൃഷ്ണേട്ടാ, ആ റഹീമിനെ അലിക്കായും കൂട്ടരും ചേർന്ന് തല്ലുന്നു. അവിടെ കിടന്ന് കൊള്ളട്ടെ. ഹസീനെ ഒന്ന് കരയുന്നു കൃഷ്ണേട്ടാ. അവളെങ്ങനെ അവിടെ വന്നു? റഹീമിന്റെ കൂടെ ഒളിച്ചോടി വന്നതാ. ഇങ്ങനത്തെ ബുദ്ധിയില്ലാത്തവന്. നീ വാ. മകൻ കാളയാ നിന്റെ ഒരു ചീടി. ഏത് പടവാ? വെട്ടിലെ ഗുണ്ടുണ്ടു. തെലുങ്ക് പടവാ. തെലുങ്ക് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞു. എന്നാ എനിക്ക് കുപ്പി രണ്ടെണ്ണ റഹീമിന്റെ വക. നമ്മുടെ കൃഷ്ണൻ ഹസീനയുടെയും റഹീമിന്റെയും കാര്യത്തിൽ കേറി അങ്ങ് ഇടപെട്ടു. ഒടുവിൽ എന്തായി? കൃഷ്ണന്റെ അഭിപ്രായത്തിൽ അതിക്ക് അങ്ങ് വഴങ്ങി. അപ്പോ കൃഷ്ണന്റെയും റഹീമിന്റെയും വഴക്കൊക്കെ തീർന്നു. എടാ, ഹസീനയ്ക്ക് വേണ്ടി എത്ര നാണം കിടാൻ അവൻ ഒരുക്കമാ. ഏതായാലും അവൻ പിടിച്ച കൊമ്പേ ബാക്ക് പേപ്പറാ. അടുത്ത വെള്ളിയാഴ്ചയാ അവന്റെ നിക്കാഹ്. എന്താ അമീന മോളെ? വന്നേ. മോള് റഹീം കൈക്ക് ഉപകാരം ചെയ്യാം. എന്റെ ചായ വേണോ? വേണ്ട. അതൊന്നും വേണ്ട. മോക്ക് പാർവതി ടീച്ചറിനെ അറിയാമോ? ഒന്ന് പോയി വിളിച്ചോണ്ട് വരാം. ഒരു സ്മാർട്ട് ചെറുപ്പക്കാരന് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ വൃത്തിയും റഹീമിനുണ്ട്. അതായത് അവൻ ശുദ്ധനെന്നർത്ഥം. അല്ല, ഞാനും സുഖമായിട്ട് ജീവിക്കണം. അല്ല, ഞാനൊരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എന്നെ വിളിച്ചത് പാർവതിയോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വിളിപ്പിച്ചത്. എന്നോട് ക്ഷമിക്കണം. സാരമില്ല. ഞാൻ വളരെ ദ്രോഹിച്ചിട്ടുണ്ട്. മാപ്പ്. എനിക്കൊരു അപേക്ഷയുണ്ട് റഹീമുക്ക. എന്താ പാർവതി? ഹസീന പാവമാണ്. അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. പാർവതി, ഞാൻ പഴയ റഹീമല്ല. അള്ളാഹുവിന്റെ മേൽ ആണയിട്ട് ഞാൻ പറയുന്നു, എന്റെ ഹസീനെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല. ആണിനും പെണ്ണിനും സ്നേഹം ഒരുപോലെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഒരു ശക്തിക്കും അവരെ വേർതിരിക്കാനാവില്ല. നിങ്ങളെ അകറ്റാൻ കുറെയൊക്കെ ഞാനും ശ്രമിച്ചതല്ലേ? അതൊക്കെ പഴയ കഥ. ആരെന്ത് പറഞ്ഞാലും എന്റെ ഹസീനെ എന്നെ മറക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് സന്തോഷമായി. ഈശ്വരൻ നിങ്ങളെ രണ്ടുപേരെയും
അനുഗ്രഹിക്കട്ടെ. ഹസീന 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 ജന്നത്തെ വിടന്ന പോലെ അല്ലിയാമ്പൽ പൂത്ത പോലെ ഹസീന 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 ഹസീന. എന്തിനാണീ കള്ളവേല പൊന്നുമോനെ ചെല്ലു വേഗം റഹീമേ 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 റഹീമേ. കസവു തട്ടം ഇട്ട് മൂടിയ കരിമ്പിൻ തുണ്ട് സ്വന്തമായ റഹീമേ 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 റഹീമേ. പുറപ്പെടു നേരമായി ഹസീന 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 ഹസീന. എന്തിനാണേ കള്ളനാണം പൊന്നുമോളെ ചെല്ലു വേഗം ഹസീന 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 ഹസീന. പുതുമരനവളയും വിക്കിളിയാക്കും മണിമണി പോലൊരു തിരിയും വിടരും ചുണ്ടിൽ മുന്തിരി പൂക്കണുണ്ടേ പുതുക്കപ്പുന്തേ നിറ നിറയണുണ്ടേ. പുറപ്പെടു നേരമായി റഹീമേ 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 റഹീമേ. എന്തിനാണീ കള്ളവേല പൊന്നുമോനെ ചെല്ലു വേഗം റഹീമേ 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 റഹീമേ. എന്തിനാണേ കള്ളനാണം പൊന്നുമോളെ ചെല്ലു വേഗം ഹസീന 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 ഹസീന. കൽബിൽ മുഹബത്തുമായി വരണുണ്ടേ മണവളൻ മണിയറിൽ കേറണുണ്ടേ. കൽബിൽ മുഹബത്തുമായി വരണുണ്ടേ മണവളൻ മണിയറിൽ കേറണുണ്ടേ. കസവിന്റെ തട്ടം മാറ്റി കവിളത്ത് മുത്തം നൽകി. കസവിന്റെ തട്ടം മാറ്റി കവിളത്ത് മുത്തം നൽകി. അവളെ മയക്കിയെടുത്തേരേ അവളെ മയക്കിയെടുത്തേരേ. അകത്തേക്ക് കയറി നീ കിളിവാതിലടച്ചിട്ട് അകത്തേക്ക് കയറി നീ കിളിവാതിലടച്ചിട്ട് അവനെ കറക്കിയെടുത്തേരെ. പിന്നെ നിങ്ങൾ മനം പോലെ രസിച്ചേരെ നിങ്ങൾ മനം പോലെ രസിച്ചേരെ. അപ്പോ അതാണ് രേഖയുടെ ജനനം ഒരു സുംബെ.
ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായ ആരുമായും എന്റെ കഥയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ജോസ് സാർ പടം ചെയ്യുന്നതല്ലേ? അതെ, എന്റെ സിനിമ എന്റേത് മാത്രമായിരിക്കും. പ്രചോദനം ആരുടെയുമില്ല? നോ നോ. നോക്കൂ, ലോകപ്രശസ്തരായ സംവിധായകരെടുക്കൂ. ഫെലിനി, വിക്ടർ ഡിസേക്ക, കുറോസാവ്. അവരുടെ ചിത്രങ്ങളിൽ അവരുടെ ശൈലി കാണുന്നു. അതുപോലെ എന്റെ ചിത്രങ്ങളിൽ എന്റെ ശൈലി. ഗുഡ്. എന്താ പിക്ചർ ചെയ്യുന്നത്? ഒരു സോങ്ങാണ്. ആ, ഏതാ മാസ്റ്റർ? ഞാൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. പാട്ടിടാൻ പറയട്ടെ? ഏയ് വേണ്ട വേണ്ട. ക്യാമറ ഇവിടെ. ഹീറോ എവിടെ? വരൂ വരൂ വരൂ. ഇവിടെ നിൽക്കൂ, ഞാൻ കാണിച്ചു തരാം. എവിടെ നോക്കൂ. ഹീറോ നടക്കുന്നു നടക്കുന്നു നടക്കുന്നു. ഒരു പാറക്കല്ല് കാണുന്നു, അതിന്മേൽ കയറിയിരിക്കുന്നു. എഴുന്നേൽക്കുന്നു, വീണ്ടും ഇരിക്കുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും ഇരിക്കുന്നു, അവസാനമായി എഴുന്നേൽക്കുന്നു. പാട്ട് ഓവർ. ഒറ്റ ഷോട്ട്, ഒരു പാട്ട്. നമ്മുടെ മുരാരി മാസ്റ്ററിലെ വരുന്നത്? തന്നെ തന്നെ തന്നെ. ആ, ഞാനിപ്പോ വരാം, ഇപ്പൊ വരാം. ഇതേതാണ് മാഷ കാറ്? എന്റെ കാർ. വാങ്ങിയതാണോ? പിന്നെ വാങ്ങാതെ ആരെങ്കിലും വെറുതെ തരും? ദിവസം 4-5 കാൾ ഷീറ്റാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ പറന്നെത്താൻ നോക്കൂ. ഇത്രയേറെ പറഞ്ഞോ? ചവറ പോലെ. ഞാനില്ലാതെ ഇപ്പൊ ഒരൊറ്റ ആർട്ട് ഫിലിംകാരും പടം എടുക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഐ ആം എ മസ്റ്റ്. ഭാഗ്യവാൻ. അല്ല, റേറ്റിംഗ് കയറി കഴിഞ്ഞു. ഭാഗ്യവാൻ. ഒക്കിനാവയിൽ ഗോൾഡ് മെഡൽ നേടിയ തണുപ്പേ നിന്നിൽ ചൂടോ എന്ന എന്റെ ചിത്രം കണ്ടിട്ട് സുപ്രസിദ്ധ ഹംഗേറിയൻ സംവിധായകനായ ഡൊണാൾഡ് ഗോൾഫിൻ ചോദിച്ചു, ആരാ ഈ ചിത്രത്തിന്റെ നൃത്ത സംവിധായകൻ എന്ന്. ഇനി എനിക്ക് കമേഴ്ഷ്യൽ സിനിമ വേണ്ട, എന്റെ ലൈഫേ ആർട്ടായി കഴിഞ്ഞിരിക്കും. ഹംഗറിയിൽ പോയിട്ടുണ്ടോ മാഷെ? അവിടെ ബറോട്ട, പിന്നെ ഗുംഫു, അതാണ് അവിടുത്തെ അടി. നിന്റെ ഈ നാടനടി ഒന്നും അവിടെ വില പോവില്ല. മാഷെ ഇത് ഒട്ടിപ്പാണോ മാഷെ? ആ, എല്ലാം ഒരു ഒട്ടിപ്പല്ലേ. ഒറിജിനൽ ആർക്ക് വേണം? വരട്ടെ. ഇന്ന് 3 പടത്തിന്റെ ഷൂട്ടിംഗ്. 6 to 2, 2 to 6, 6 to 9. എല്ലാം വമ്പൻ താരങ്ങളാ, മൾട്ടി സ്റ്റാർ. എല്ലാവരും മുരാരിക്ക് വേണ്ടി വെയിറ്റിംഗ്. വെയിറ്റ് ചെയ്യട്ടെ. കുറെ കാലം ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തല്ലേ, ഇപ്പൊ അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. കേരള പർവ്വതം വരട്ടെ.